ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും സദ്ഗുണങ്ങളെക്കുറിച്ച് വിചാരിക്കുകയും വിചാരിക്കുന്നതെന്തോ അത് പറയുകയും പറയുന്നതെന്തോ അത് പ്രവർത്തിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ സദ്ഗുണങ്ങൾ നിറഞ്ഞതായിരിക്കും. സദ്ഗുണങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം പരമമായ ശ്രേയസ്സിന് കാരണമായി ഭവിക്കുന്നതാണ്. അതുകൊണ്ട് നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഫലേച്ഛ കൂടാതെ ആയിരിക്കണം. അത്തരത്തിലുള്ള പ്രവൃത്തിക്ക് നിഷ്കാമകർമ്മം എന്നാണ് പറയുന്നത്. നിഷ്കാമകർമ്മം സമദൃഷ്ടിഭോഗ വിരക്തി സത്സംഗതിഭൂതമൈത്രേ ധ്യാനം തുടർന്നീ വിധമാത്മകാര്യം സാധിക്കയാം വേണ്ടത് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ജീവിതത്തിൽ എന്താണെന്ന്, ജീവിതത്തിൽ നേടേണ്ടത് എന്താണെന്ന് കവി നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ നമ്മുടെ ജീവിതത്തിൽ ശ്രേയസ്സിനെ പ്രദാനം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും അവയാണ് നേടേണ്ടത് എന്നും വ്യക്തമാക്കി തരുന്നു. എന്താണ്? ഒന്നാമത്തേത് നിഷ്കാമകർമ്മം. ഏത് കർമ്മം ചെയ്യുമ്പോഴും നാം കാമനയോടുകൂടി ചെയ്താൽ, അതായത് ആഗ്രഹത്തോടു കൂടി ഒരു കർമ്മം ചെയ്താൽ ആ കർമ്മം നമ്മെ ബന്ധിക്കും. നിഷ്കാമമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും നമ്മെ ബന്ധിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിഷ്കാമകർമ്മം സമദൃഷ്ടി, എല്ലാ ജീവജാലങ്ങളെയും തുല്യമായി കാണാനുള്ള ഒരു കഴിവ്, അതിനാണ് സമദൃഷ്ടി എന്ന് പറയുന്നത്. നിഷ്കാമകർമ്മം സമദൃഷ്ടി ഭോഗവിരക്തി, ഇന്ദ്രിയ സുഖങ്ങൾക്കുള്ള അത്യാസക്തി ഇല്ലാതെയാവുക. ഈ ശരീരത്തെ നിലനിർത്താൻ ആവശ്യമായതെന്തോ അത് സ്വീകരിക്കുക, അതാണ് ഭോഗവിരക്തി. സത്സംഗതി, സത്തിനോടുള്ള സംഘം. സത്തിനോട് നമുക്ക് സംഘമുണ്ടാവാൻ സജ്ജനങ്ങളുമായുള്ള സംസർഗം അനിവാര്യമാണ്. ആദ്യഘട്ടത്തിൽ നമുക്ക് വേണ്ടത് സജ്ജന സംസർഗമാണ്. എന്നാൽ സജ്ജനങ്ങൾ എപ്പോഴും സത്തിൽ മാത്രം സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ വാക്കുകളും അവരുടെ വിചാരങ്ങളും അവരുടെ പ്രവൃത്തികളും നമ്മെ സത്തിലേക്ക് നയിക്കാൻ സഹായിക്കുന്നതാണ്. അങ്ങനെ സത്തായിരിക്കുന്ന പരമാത്മാവുമായി അടുപ്പിക്കാൻ സഹായിക്കുന്നതാണ് സജ്ജനങ്ങൾ. ആ സജ്ജന സംഗതിക്കാണ് ഇവിടെ സത്സംഗം എന്ന് പറയുന്നത്. അതാണ് സത്സംഗതി. സത്സംഗതി ഭൂതമൈത്രീ, എല്ലാ ജീവജാലങ്ങളോടും മൈത്രിയോടുകൂടി പെരുമാറുക. എല്ലാം തൻ്റെ മിത്രങ്ങളാണ്. ഒരു ജീവിയും തൻ്റെ ശത്രുക്കളല്ല. ഈ ഭൂമി എല്ലാ ജീവികൾക്കും ഒരേപോലെ അവകാശപ്പെട്ടതാണ്. മനുഷ്യനായി മാത്രം ഇത് എഴുതി തന്നിട്ടില്ല. എല്ലാ ജീവജാലങ്ങളും നമ്മൾ സ്വയം ജീവിക്കുകയും മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യണം. അതാണ് ഭൂതമൈത്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ധ്യാനം തുടർന്നീ വിധമാത്മകാര്യം, പിന്നെ നമ്മളെപ്പോഴും ബോധപൂർവമായി ആത്മവിചിന്തനം ചെയ്യുന്നതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. ധ്യാനം നാം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ മനസ്സിനെ അടക്കി നിർത്താൻ, ആ വിഷയങ്ങളിലേക്ക് പോകുന്ന മനസ്സിനെ ആത്മാവിലേക്ക് തിരിച്ചു വിടുന്നതാണ് ധ്യാനം എന്ന് പറയുന്നത്. ധ്യാനം തുടർന്നീ വിധമാത്മകാര്യം മുതലായ ആത്മീയമായ കാര്യങ്ങൾ സാധിക്കയാം വേണ്ടത് ബുദ്ധിയുള്ളോർ. ഇത് സാധിക്കുകയാണ് ബുദ്ധിയുള്ള ഒരാൾ ചെയ്യേണ്ടത്. അതിനാൽ നാം എപ്പോഴും
നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സദ്ഗുണങ്ങളെ വളർത്തുകയും ജീവിതം ധന്യമാക്കി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. അതിന് മാനവജന്മം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. മാനവനായി പിറന്ന നാം എല്ലാവരും അത്യന്തം സുഹൃത്തികളാണ്, മഹാഭാഗ്യശാലികളുമാണ്. നിഷ്കാമകർമ്മം സമദൃഷ്ടിഭോഗ വിരക്തി സത്സംഗതിഭൂത മൈത്രി ധ്യാനം തുടർന്നീ വിധമാത്മകാര്യം സാധിക്കയാം വേണ്ടത് ബുദ്ധിയുള്ളവർ ഇതൊക്കെയാണ് നേടിയെടുക്കുക. മൂഢരായവർ മുമ്പ് പറഞ്ഞ ധനം ഗൃഹം തൊട്ടവ കൊണ്ട് മാത്രം, വീട് കുടുംബം മുതലായവ കൊണ്ട് മാത്രം സംതൃപ്തിയും അവ സമ്പാദിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുകയും ചെയ്യുന്നവർ അധർമ്മികളാണ്. എന്നാൽ ധർമ്മിഷ്ഠർക്ക് മാത്രമേ പരമേശ്വരനിലേക്കുള്ള പ്രവേശന കവാടം തുറന്ന് കിട്ടുകയുള്ളൂ.